ഹലോ ഓൾ, ദിവ്യസ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച്. പിന്നെ എൻ്റെ ഷോർട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ആ ഷോർട്സിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ്. അതായത് ഞാനൊരു ടെമ്പിൾ വ്ളോഗിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ഫുൾ വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ ഇനി കൂടുതൽ ഇൻട്രഡക്ഷനൊന്നും ഇല്ലാതെ തന്നെ പറയാം. ഇത് നമ്മുടെ മാന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോയതാണ്. ഒരു സൺഡേ ആണ് പോയത് കേട്ടോ, രാവിലെയാണ് പോയത്. ആ ദിവസം നമുക്ക് നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലൂടെ പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി. കാരണം അവിടെയാണ് ഈ മാന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവരുള്ളത്. സോ രാവിലെ പോവുകയാണെങ്കിൽ നമുക്ക് അമ്പലത്തിലും തൊഴാലോ എന്ന് വെച്ചിട്ട് രാവിലെ നമ്മൾ റെഡിയായിട്ട് പോയതാണ് കേട്ടോ. നമ്മളൊരു ഏകദേശം 8 മണി ആ സമയത്ത് എത്തി. 8 മണിക്കല്ല, ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത്. പിന്നെ ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ്. അപ്പോൾ അന്നും നല്ല മഴയുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇറങ്ങി തൊഴാൻ പോണ സമയത്ത് മഴ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇറങ്ങി തൊഴാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ തൊഴുതു. പിന്നെ ഈ അമ്പലത്തെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറയാം. ഈ അമ്പലം എന്ന് പറയുന്നത് നമ്മുടെ മാന്നാറുള്ള മഹാദേവ ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ശിവൻ ആദ്യം ഉണ്ടായിരുന്നത് തപസ്വി ഭാവത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമൊന്നും ഇവിടുത്തെ സ്ത്രീകളെ കയറ്റില്ലായിരുന്നു. ഇപ്പോഴും എനിക്ക് കാണാൻ പറ്റിയത് അമ്പലത്തിൽ പോയ സമയത്ത് പുരുഷന്മാർക്ക് അമ്പലത്തിലേക്ക് കയറാൻ ഒരു നടവഴിയും സ്ത്രീകൾക്ക് വേറൊരു നടയിലുമായിരുന്നു കേട്ടോ ഞാൻ കണ്ടത്. അപ്പോൾ അതിനിപ്പം എല്ലാവരും അത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. നമ്മൾ അങ്ങനെയാണ് പോയത്, നമുക്കറിയാത്തതുകൊണ്ട്. പിന്നെ ഇവിടെ വർഷത്തിലൊരിക്കൽ മാത്രം ശിവരാത്രിക്ക് മാത്രം തുറക്കുന്ന ഒന്നാണ് ഇവിടുത്തെ പാർവതി നട. അതായത് വെറും 10 മിനിറ്റാണ് ആ നട തുറക്കുക കേട്ടോ. അതും എനിക്ക് ഒരു പ്രത്യേകതയായിട്ട് തോന്നി, കാരണം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഈ അമ്പലത്തിനകത്ത് മൊത്തം മരങ്ങൾ കൊണ്ടുള്ള, അതായത് ദാരുശില്പങ്ങൾ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഈ മരങ്ങൾ കൊണ്ടിട്ടുള്ള മേൽക്കൂരയും ശില്പങ്ങളൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ഒരു പ്രത്യേകത. പിന്നെ വലിയ വിശാലമായിട്ടുള്ളൊരു മൈതാനമാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് പ്രദക്ഷിണം വയ്ക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്. എനിക്ക് തോന്നുന്നത് അത്രയും ഈ എന്താ പറയുക, വലിയ അമ്പലങ്ങളുണ്ട്. ഇതും അതിൽപ്പെട്ട ഒന്നാണെന്ന് പറയാം. ഒത്തിരി വലിയ ക്ഷേത്ര സമുച്ചയമുണ്ട്. പിന്നെ എല്ലാ അമ്പലങ്ങളും പോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ ഉപദേവതകളെ തൊഴുതിട്ടാണ് പ്രധാന ദേവതയെ തൊഴാനായിട്ട് പോയത്. കയറി ചെല്ലുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ട് മഹാവിഷ്ണു ഉണ്ട്. വിഷ്ണുവിനെ തൊഴുതിട്ടാണ്, നാഗദേവതകളെയൊക്കെ തൊഴുതിട്ടാണ് പോയത്, നമ്മൾ അകത്തേക്ക് പോയത്. പിന്നെ ശിവക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ വേറെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ ഒരിക്കലും ഫുൾ പ്രദക്ഷിണം ചെയ്യില്ല, പകുതിയാണ്. അതായത് ഓവ് മുറിച്ച് കടക്കാതെയാണ് നമ്മൾ ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യാറുള്ളത്. പിന്നെ വേറെ ഈ അമ്പലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ അമ്പലത്തിനെ പറ്റിയിട്ട്. പിന്നെ ഈ പേര് മാന്നാർ എന്ന് പറഞ്ഞ പേര് വന്നത് മാന്ധതാപുരം എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ നിന്നാണ്. മുമ്പ് ഇവിടെ ഒരു മാന്ധാതാവ് എന്ന് പറഞ്ഞ ചക്രവർത്തി ഇവിടെ ഒരു യാഗം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലൊരു യാഗം നടത്തിയത് ഈ സ്ഥലത്താണ്, മാന്ധാതാപുരത്ത് വെച്ചിട്ടാണ്. അതാണ് പിന്നീട് ലോപിച്ച് മാന്നാറായിട്ട് മാറിയതെന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഐതിഹ്യവും. അതുപോലെ ഈ ക്ഷേത്രം ആ യാഗം നടത്തിയ സമയത്ത് യാഗത്തിൽ നിന്ന് ശിവൻ, മഹാദേവൻ പ്രത്യക്ഷപ്പെടുകയും, ആ ശിവൻ തപസ്വി ഭാവത്തിലുള്ള ഭഗവാനായിരുന്നു കേട്ടോ, ശിവനായിരുന്നു. അങ്ങനെ ശിവനെ ഇവിടെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെയാണ് ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി കൂടുതൽ ഈ അമ്പലത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഈ നാട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അമ്പലത്തിലൊക്കെ തൊഴുത് ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ പോയത്, ഞാൻ പറഞ്ഞല്ലോ, റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മാവൻ്റെ വീട് ഇവിടെയാണ്. അമ്മാവനും അമ്മൂമ്മയും ഒക്കെ അവിടെ തന്നെയാണുള്ളത്. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ടാണ് പോയത്. പോകുന്ന വഴിക്ക് നമ്മൾ തോംസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബേക്കറി കയറി, റെസ്റ്റോറൻറ്റ് കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടമെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. താങ്ക്